ആനക്കുട്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവളുടെ വീട്ടിലേക്ക് വന്ന സഹോദരൻ കാണുന്നത് അവരുടെ തളർന്നു കിടക്കുന്ന അച്ഛൻ നിലത്ത് വീണ് കിടക്കുന്നതാണ്. അവൻ അച്ഛനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ച് അയാൾ പൊട്ടിക്കരഞ്ഞു. അവിടെ ചെന്ന് നോക്കി അവളുടെ ചേട്ടൻ കണ്ടത് അനുക്കുട്ടി തൂങ്ങി നിൽക്കുന്നതാണ്. അവളുടെ കാലിലൂടെ ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അനുക്കുട്ടി വെറും 10 വയസ്സിന് താഴെ മാത്രമുള്ള ഒരു കൊച്ചുകുട്ടിയാണ്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല. ശേഷം പോലീസ് ഈ കേസിനെ പറ്റി സംസാരിക്കുകയാണ്. തൊട്ടടുത്ത വീട്ടിലെ പയ്യനാണ് പ്രതി എന്നും പ്രതിയുടെ അച്ഛന് നല്ല പിടിപാടുള്ളത് കൊണ്ടും അറസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായെന്ന് പോലീസുകാർ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജനങ്ങൾ പ്രതിയെ പിടികൂടാതിരുന്നാൽ അക്രമാസക്തരാകും എന്നുള്ളതുകൊണ്ടും തെളിവെടുപ്പിനായി 2 ദിവസം അവിടെ നിൽക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടും 8 പോലീസുകാരാണ് അനുമോളുടെ വീട്ടിൽ കാവലിനായി പോയത്. പോലീസിനെ ക്യാമ്പ് ചെയ്യാൻ മരിച്ച കുട്ടിയുടെ വീടിന്റെ ചുറ്റുപാടായിരുന്നു. എന്നാൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ചുകൂടി സൗകര്യമുള്ള വീടുണ്ടെന്ന് പറഞ്ഞു. അത് പ്രതിയുടെ അച്ഛൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന വീടായിരുന്നു. ഇത് കേട്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ പ്രതിയുടെ വീട്ടിലാണോ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ താമസിക്കേണ്ടതെന്ന് ചോദിച്ച് അയാളെ ചീത്ത പറഞ്ഞു. ശേഷം കുഞ്ഞിനെ അടക്കിയിരുന്ന സ്ഥലം കണ്ട് എന്താണ് കുഞ്ഞിനെ ദഹിപ്പിക്കാതെ അടക്കിയത് എന്ന് ചോദിച്ചപ്പോൾ കൂട്ടത്തിലെ ഒരു പോലീസുകാർ പറഞ്ഞു, കൊച്ചുകുട്ടിയല്ലേ, മാത്രമല്ല കൊലപാതകമായതുകൊണ്ട് തന്നെ ഇനിയും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമായിരിക്കുമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് പ്രതിയുടെ അച്ഛൻ മന്ത്രിയെയൊക്കെ കണ്ട് തൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നു. മരിച്ച കുഞ്ഞിൻ്റെ വീട്ടിൽ എത്തിയ അവളുടെ സഹോദരൻ്റെ കൂട്ടുകാരനോട് അവൻ അനുക്കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞു. കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും സഹിക്കാൻ കഴിയാത്ത കുട്ടിയാണവൾ. എന്തുമാത്രം വേദന സഹിച്ചു കാണും എന്നൊക്കെ അവൻ പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. ഇതെല്ലാം പോലീസുകാർ കേട്ടുകൊണ്ടിരുന്നു. കൂടെയുള്ള കൂട്ടുകാരൻ ദേഷ്യത്തിൽ ഈ പോലീസും കോടതിയും വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, നമുക്കുള്ള നീതി നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് കൂട്ടുകാർ അവനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവർ ഒരു കൊട്ടേഷൻ സംഘത്തെ കാണാൻ പോയെങ്കിലും അയാൾ 5 ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചതുകൊണ്ട് ഇവർ മടങ്ങിപ്പോന്നു. എന്നാൽ പ്രതിയുടെ അച്ഛൻ മകനെ രക്ഷിക്കാൻ വേണ്ടി വൻ തുക കൊടുത്ത് പേരുകേട്ട അഡ്വക്കേറ്റിനെ ഇറക്കി. പ്രതിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് ഒരു തമിഴത്തിയായിരുന്നു. അവൾ ഈ കേസിന്റെ കാര്യത്തിനായി വരുന്ന ഓരോരുത്തർക്കും കൊടുക്കുന്ന ചായയിലും ജ്യൂസിലും തുപ്പിയിട്ടിട്ടാണ് കൊടുക്കുന്നത്. അമ്മ അനുമോൾ വരച്ച ചിത്രങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. പോലീസുകാർക്ക് നിസ്സഹായരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അടുത്ത ദിവസം പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരും പോലീസുമൊക്കെ ഉണ്ട്. ആളുകൾ രോക്ഷാകുലരായതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അന്നത്തെ ദിവസം പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നില്ല. പകരം മറ്റാരും അറിയാത്ത ഒരു ദിവസത്തേക്ക് മാറ്റി. അടുത്ത ദിവസം പുതിയ DYSP ചാർജ് എടുത്തു. അയാൾ പ്രതിയുടെ അച്ഛൻ്റെ കൂട്ടാളിയായിരുന്നു. അയാൾ അനുമോളുടെ സഹോദരനെ വളരെ മോശമായ രീതിയിൽ ചോദ്യം ചെയ്തു. സഹോദരനെ കുറ്റവാളിയാക്കാനുള്ള തരത്തിലായിരുന്നു അയാളുടെ ചോദ്യം. അത് കഴിഞ്ഞ് അച്ഛനോടും വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. തൻ്റെ മകനെ പ്രതിയാക്കും എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അച്ഛൻ പോലീസുകാരൻ്റെ കാല് പിടിച്ചു കരഞ്ഞു. DYSP അതൊന്നും മൈൻഡ് ചെയ്യാതെ എണീറ്റ് പോയി. ശേഷം ശരീരം തളർന്ന് വയ്യാതായ അച്ഛനെ പോലീസുകാർ അവരുടെ വാനിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ മരിച്ചു. ഇതിനിടയിൽ തന്നെ DYSPയും കൂട്ടരും ഒരു പാവപ്പെട്ട ഹിന്ദിക്കാരനെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ച് അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അടിയുടെ വേദന സഹിക്കാൻ വയ്യാതെ അയാൾ എന്ത് കുറ്റം വേണമെങ്കിലും ഏറ്റെടുത്തോളാം എന്ന് സമ്മതിച്ചു. അവർക്ക് വേണ്ടതും അതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പോലീസുകാർ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മുൻപ് നടന്ന ഒരു സംഭവത്തെപ്പറ്റി പറഞ്ഞു. ഒരു 3-4 വർഷം മുൻപ് ഒരു ലേഡി ഡോക്ടറിനെ 3-4 കുറ്റവാളികൾ ചേർന്ന് റേപ്പ് ചെയ്തു കൊന്നു. പോലീസുകാർ ആ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശേഷം അവന്മാരെ തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോൾ ആ പോലീസുകാർ തന്നെ അവന്മാരെ ആരും അറിയാതെ കൊലപ്പെടുത്തി. അതിന് സപ്പോർട്ട് ചെയ്തത് അന്നത്തെ IPS ഉദ്യോഗസ്ഥനും. എന്നാൽ കൂടെയുള്ള അക്കൂട്ടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞത് സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ ഇത് കേരളമാണ് എന്നാണ്. ഇവിടെ ഭരിക്കുന്നത് പോലീസല്ല, മന്ത്രിമാരാണ്. പണിയും പോകും, അഴിയും എണ്ണേണ്ടി വരും. അന്ന് രാത്രി അനുമോളുടെ ചേട്ടൻ ആ പ്രതിയെ തെളിവെടുപ്പിന് വരുമ്പോൾ കൊല്ലാൻ വേണ്ടി ബോംബ് സംഘടിപ്പിക്കുന്ന കാര്യം അമ്മയോട് പറഞ്ഞു. ഇത് കേട്ട അമ്മ പൈസ തികയുമേ എന്ന് ചോദിച്ചിട്ട് സ്വന്തം താലി ഊരി മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി വിറ്റ് പൈസ മേടിക്കാൻ പറഞ്ഞു. അവൻ്റെ തല മാത്രമല്ല ഓരോന്നും ഓരോ കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കണമെന്ന് പറഞ്ഞ് അമ്മ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ അകത്തേക്ക് പോയി. അടുത്ത ദിവസം ഈ കേസിൽ ഏക ദൃക്സാക്ഷിയായിരുന്ന സ്ത്രീയെ വിളിപ്പിച്ച ശേഷം DYSP അവരോട് കഴിഞ്ഞ ദിവസം അയാൾ മർദ്ദിച്ച് അവശനാക്കിയ ഹിന്ദിക്കാരനെ കാണിച്ചിട്ട് അവനാണ് പ്രതി എന്ന് പറയാൻ പറഞ്ഞു. അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അയാൾ അവരെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചു എന്ന പേപ്പറിൽ ബലമായി ഒപ്പിടിയിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് അനുമോളുടെ സഹോദരനും ഫ്രണ്ടും ബോംബ് വാങ്ങാൻ പോയി. അവർ പൈസ കൊടുത്തെങ്കിലും ആ പൈസ അവർ വാങ്ങിയില്ല. അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ മാത്രം പറഞ്ഞു. ശേഷം ആ വീട്ടിൽ നിന്ന് 2 പോലീസുകാർ ബാത്റൂമിൽ പോയി നോക്കിയിട്ട് ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക, നമുക്ക് നാടോ ശരിയാക്കാൻ പറ്റുന്നില്ല, ഇതെങ്കിലും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി പിരിവിട്ട് ബാത്റൂം ശരിയാക്കാൻ പോയി. അന്ന് രാത്രി ന്യൂസിൽ DYSP ആ പാവം പയ്യനെ അടിച്ച് കുറ്റപത്രത്തിൽ സൈൻ ചെയ്യിക്കുന്ന വീഡിയോ
ആരോ മൊബൈലിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിലിട്ടു. ഇതോടുകൂടി ഡിവൈഎസ്പിയെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിയതായും ന്യൂസിൽ പറഞ്ഞു. ഇത് കേട്ട പോലീസുകാർക്ക് സന്തോഷമായി. അത് റെക്കോർഡ് ചെയ്തത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അടുത്ത ദിവസം രാവിലെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒച്ചയും ബഹളവും കേട്ട് അത് പ്രതിയുടെ അച്ഛൻ്റെ വലങ്കയായി നിന്ന ആളിൻ്റെ വീടായിരുന്നു. ഈ കേസ് അട്ടിമറിക്കാനും പ്രതിയെ രക്ഷപ്പെടുത്താനും ഇയാളും ശ്രമിച്ചിരുന്നു. അവിടെ എത്തിയ പോലീസുകാർ കണ്ടത് ചോര ഒലിച്ചു നിൽക്കുന്ന അയാളുടെ മകളെയാണ്. ആ പെൺകുട്ടിയെയും ആ പ്രതി ഗർഭിണിയാക്കിയിരുന്നു. അത് കളയാൻ വേണ്ടി അവളുടെ അമ്മ ടാബ്ലറ്റ് കൊടുത്തതാണ്. എന്നാൽ അത് ബ്ലീഡിംഗ് ആയി അവരുടെ കയ്യിൽ നിന്നില്ല. കുട്ടിയുടെ അച്ഛൻ അപ്പോഴായിരുന്നു കാര്യങ്ങൾ അറിഞ്ഞത്. അത്രയും നാൾ വരെ പ്രതിക്ക് വേണ്ടി നിന്ന് അയാൾ സ്വന്തം മകൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അവനെ വെറുതെ വിടരുതെന്ന് പറഞ്ഞു കരഞ്ഞു. അപ്പോഴേക്കും ആകാശിന്റെ ഫോണിൽ അവന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് അമ്മ മരിച്ചുപോയ കാര്യം പറഞ്ഞു. തെളിവെടുപ്പ് കഴിയാതെ അവിടെ നിന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് പുതുതായി ചാർജ് എടുത്ത ഡിവൈഎസ്പി പിന്നെ മറ്റു പോലീസുകാരും ചേർന്ന് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു. അവന്റെ മുഖത്ത് പുച്ഛവും അഹങ്കാരവും മാത്രമായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പ്രതിയുടെ ഭാഗം നിൽക്കുന്ന SI പറഞ്ഞു തന്നതുപോലെ പറയണം, ഹിന്ദിക്കാരൻ്റെ കാര്യം പാളിപ്പോയെങ്കിലും മറ്റെന്തെങ്കിലും കളി കളിക്കാമെന്ന് അവനോട് പറഞ്ഞു. അവനെ തെളിവെടുപ്പിനായി കൃത്യം നടന്ന റൂമിൽ കയറ്റി എന്താണ് സംഭവിച്ചത് എന്ന് ഡിവൈഎസ്പി ചോദിച്ചപ്പോൾ വളരെ ലാഘവത്തോടെയാണ് അവൻ പറഞ്ഞത്. സർ, അന്ന് ഞാൻ വന്നപ്പോൾ ആ കുട്ടി ഒരു ഭംഗിയുള്ള ചിത്രം വരച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ആ കുട്ടി ചേട്ടൻ ആണെന്ന് കരുതിയാണ് ഡോർ തുറന്നത്. എന്നെ കണ്ട് പേടിച്ച് അച്ഛ എന്ന് വിളിച്ച് ഓടിപ്പോകാൻ ഒരുങ്ങിയ കുട്ടിയെ ഞാൻ റൂമിൽ കയറ്റി കതകടച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച അവളെ ഞാൻ അടിച്ചു അവശയാക്കി. ശേഷം പീഡിപ്പിച്ചു. അതിനുശേഷം അവൻ ആ കുഞ്ഞിനെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇതെല്ലാം കണ്ട് ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ കുട്ടിയുടെ അച്ഛൻ നിലവിളിച്ച് കരയുകയായിരുന്നു. എന്നിട്ട് പോലീസിനോട് ഒരു ഉറുമ്പിനെ കൊന്ന ലാഘവത്തോടെ ചത്തുപോയി സാറേ എന്ന് പറഞ്ഞു. എന്നിട്ടും അവൻ്റെ ക്രൂരത അവസാനിച്ചില്ല. അവിടെ കിടന്ന ഒരു സാരി എടുത്ത് ആ കുഞ്ഞിനെ കഴുത്തിൽ കെട്ടി മുറുക്കി കഴിക്കോലിൽ കെട്ടിത്തൂക്കി. അവൻ അത് പോലീസുകാരോട് ഭയങ്കര ആസ്വദിച്ചാണ് പറഞ്ഞത്. ഇത് കേട്ട പോലീസുകാർക്കും അവനോട് കലിപ്പ് തോന്നി. ഇതെല്ലാം കേട്ട അമ്മ മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു. എന്നിട്ട് അമ്മ മകനോട് ആ ബോംബ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഒരു പോലീസുകാരൻ ഇത് കേട്ടെങ്കിലും കേൾക്കാത്ത ഭാവത്തിൽ നിന്നു. അവൻ പോയി ആ ബോംബ് ഒളിപ്പിച്ച് വെച്ച സ്ഥലത്ത് നോക്കിയെങ്കിലും സാധനം അവിടെ കണ്ടില്ല. ശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന പ്രതിയെ കാണാൻ നാട്ടുകാരെല്ലാം കൂടി നിന്നിരുന്നു. അവൻ്റെ അടുത്ത് നിന്ന് ആകാശം കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും അവനോട് ബാത്റൂമിൽ പോകണമെന്ന് നമ്മൾ രക്ഷപ്പെടുത്താമെന്ന് രഹസ്യമായി പറഞ്ഞു. രക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ വിലങ്ങ് അഴിച്ചു കൊടുത്തു. അങ്ങനെ 2 പോലീസുകാരുടെ കാവലോടെ അവൻ ബാത്റൂമിൽ കയറി. ഇതെല്ലാം അനുമോളുടെ അമ്മ ജനലിൽ കൂടി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പുറത്തുനിന്ന് 2 പോലീസുകാരും കൂടി അകത്തേക്ക് കയറി അവനെ ലാത്തി കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ച ശേഷം ഒരു തുണി ഉപയോഗിച്ച് കഴുത്തിനെരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന അവരുടെ കൂട്ടത്തിലെ ഉദ്യോഗസ്ഥൻ ഇത് കണ്ടു. പേടിച്ചു പോയ ആകാശിനോട് ഫ്രണ്ടിനോടായും ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അവനെ പെട്ടെന്ന് കൊന്ന ശേഷം കെട്ടിത്തൂക്ക്. ഇതെല്ലാം ജനലിൽ കൂടി കണ്ടുകൊണ്ടിരുന്ന അമ്മ മകൾക്ക് നീതി കിട്ടിയതിൽ സന്തോഷിച്ചു. ശേഷം എല്ലാം കഴിഞ്ഞ് അവർ 3 പേരും അകത്ത് നിന്ന് പ്രതി വാതിൽ തുറക്കുന്നില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വെറുതെ പരിഭ്രാന്തി അഭിനയിച്ചു. ഇത് കേട്ട് അവിടേക്ക് വന്ന മറ്റു പോലീസുകാർ ഡോർ തുറന്നു നോക്കിയപ്പോൾ അവൻ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. ഡിവൈഎസ്പി എല്ലാവരെയും വഴക്ക് പറഞ്ഞിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊരുങ്ങി. പോലീസ് വാനിൽ തന്നെ പോകുന്ന വഴിക്ക് അവൻ്റെ അച്ഛനോട് ആകാശ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കാണാമെന്ന് ലാഘവത്തോടെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലീസ് വാനിൽ കിടത്തിയ പ്രതിക്ക് ഇടയ്ക്ക് ചെറിയ ബോധം വീണു. ഇത് കണ്ട കൂട്ടത്തിലെ മറ്റൊരു പോലീസുകാരൻ മറ്റൊരു തുണി കൊണ്ട് അവനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ ഡിവൈഎസ്പിയെ വിളിപ്പിച്ചു. ഇതൊരു ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു. പോലീസുകാരുടെ കൺട്രോളിൽ നിന്ന പ്രതിയെ പോലീസുകാർ അല്ലാതെ മറ്റാരും കൊലപ്പെടുത്താൻ സാധ്യതയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ശരീരത്തിൽ അടി കൊണ്ടതിന്റെ പാടുകളും നഖം കൊണ്ടുള്ള മുറിവുകളും ഉള്ളതുകൊണ്ട് തന്നെ പ്രതിയെ ജീവനോടെ കെട്ടിത്തൂക്കിയതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡിവൈഎസ്പിക്കും അവൻ മരിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. എന്നാൽ ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിലില്ലായിരുന്നു. കാരണം ജീവിക്കാൻ അർഹതയില്ലാത്തവൻ തന്നെയാണ് മരിച്ചത് എന്ന് ഡോക്ടർ പോലീസിനോട് പറഞ്ഞു. ഇത് കേട്ട് അദ്ദേഹം ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഡിവൈഎസ്പി ഡോക്ടറിനോട് നന്ദി പറഞ്ഞ് ഇറങ്ങാൻ നേരം ഒരു കാര്യം കൂടി പറഞ്ഞു. പ്രതിയുടെ ശരീരത്തിൽ പോയിസണിന്റെ അംശം കൂടി ഉണ്ടായിരുന്നു. അതാണ് പ്രതിയെ പെട്ടെന്ന് മരണത്തിന് കീഴടക്കിയതെന്ന്. അതും ഞാൻ റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതാരാണ് കൊടുത്തത് എന്ന് ഡിവൈഎസ്പിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് അദ്ദേഹം ഓരോരുത്തരുടെ മുഖമായി മനസ്സിൽ ഓർത്തത്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ വന്നത്. മറ്റാരുമായിരുന്നില്ല, പ്രതിയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന് ആ തമിഴത്തി സ്ത്രീയായിരുന്നു അത്. അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ജ്യൂസിൽ വിഷം കലർത്തിയിരുന്നു. അത് പ്രതിയുടെ അമ്മ തന്നെയാണ് അവന് കൊടുത്തത്.